ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് റിസൈൻ കീച്ചെയിൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഈ കീച്ചെയിൻ്റെ മോൾഡ് വെച്ചിട്ട് ഒരു പെൻഡൻറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ റിസൈൻ എന്ന് പറയുമ്പം റിസൈനിന് നമ്മൾ പെൻഡൻറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് മോൾഡുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് എല്ലാം കൂടെ പർച്ചേസ് ചെയ്തിട്ട് റിസൈൻ പെൻഡൻറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ കീച്ചെയിൻ ഉണ്ടാക്കുന്ന ഈ ഒരു മോൾഡ് വെച്ചിട്ട് തന്നെ നമുക്ക് പെൻഡൻറ്റും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് വേറെ മോൾഡൊന്നും വാങ്ങിക്കാണ്ട് ഈ ഒരു കീച്ചെയിൻ്റെ മോൾഡ് വാങ്ങിച്ചാൽ തന്നെ നമുക്കിതിൽ എങ്ങനെ പെൻഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ എങ്ങനെയാണ് റിസൈൻ കീച്ചെയിൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് റിസൈനാണ്. റിസൈൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് 2 ബോട്ടിലായിട്ടാണ് കിട്ടുക. ഒന്ന് ഹാർഡ്നറും ഒന്ന് റിസൈനുമാണ്. അപ്പോൾ റിസൈൻ കുറച്ച് കട്ടിയിലാണ് കേട്ടോ കിട്ടുക നമുക്ക്. ഹാർഡ്നർ ആണെങ്കിൽ നല്ല ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. അപ്പോൾ റിസൈൻ ഒഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ റിസൈൻ എടുക്കേണ്ടത് 3:1 എന്നുള്ള റേഷ്യോയിലാണ് നമുക്ക് റിസൈൻ എടുക്കേണ്ടത്. അപ്പോൾ റിസൈൻ 3 ആണെന്നുണ്ടെങ്കിൽ ഹാർഡ്നർ 1, ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ കപ്പ് അളവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കപ്പാണ് എടുക്കുന്നതെങ്കിൽ അത് 2 ഈക്വലായിട്ട് 3:1 എടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് സ്പൂണാണെങ്കിലും, അപ്പോൾ നമ്മൾ മെഷറിങ് സ്പൂൺ അല്ല നമ്മുടെ കയ്യിലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ അളന്നെടുത്താലും മതി. ബട്ട് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഇപ്പോൾ ബോട്ടിലിൻ്റെ അടപ്പാണെങ്കിലും അതുപോലെ സ്പൂൺ ആണെന്നുണ്ടെങ്കിലും അതിൽ റിസൈൻ 3 തവണ എടുക്കുക. അതേപോലെ ഹാർഡ്നർ നമ്മൾ 1 തവണ എടുക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന റിസൈനിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടാവും. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ റിസൈൻ എത്രയാണ് ചേർക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു റിസൈൻ നമുക്ക് 3:1 റേഷ്യോയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കീ ചെയിന് വേണ്ട മെറ്റീരിയൽസൊക്കെ വാങ്ങിയ വീഡിയോയിൽ റിസൈൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. റിസൈൻ്റെ ഉള്ളിലുള്ള ഒരു മാനുവൽ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. സോ നമ്മൾ രണ്ടും കൂടെ എടുത്തിട്ടുണ്ട്, ഹാർഡ്നറും അതുപോലെ തന്നെ റിസൈനും എടുത്തിട്ട് 3:1 എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ച ഉടനെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ അനക്കാണ്ട് വെക്കുക. അപ്പോൾ നമ്മളിതിൽ കാണുന്ന ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. മിക്സ് ചെയ്ത ഉടനെ നമുക്ക് ഒരുപാട് ബബിൾസ് ഉള്ള പോലെ കാണുക. അപ്പോൾ നമ്മളതിങ്ങനെ വെക്കുന്ന സമയത്ത് ക്ലിയറായി അങ്ങനെ വന്നോളും. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല ക്ലിയർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്ലവേഴ്സ് ഒന്നും വാങ്ങിച്ചതല്ല. നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രൈ ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ബട്ട് ഞാനിത് നമ്മുടെ വീട്ടിലുള്ള ഫ്ലവേഴ്സ് തന്നെ ജസ്റ്റ് ബുക്കുകളിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടാക്കില്ലേ, പഴയ ബുക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറെ ബുക്സൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫ്ലവർ പ്രസ് ചെയ്തിട്ടുണ്ടാക്കില്ലേ, അങ്ങനെയാണ് നമ്മളിത് ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവേഴ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേബി ബ്രീത്ത് ഫ്ലവർ ഉണ്ട്. പിന്നെ എനിക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെ പേര് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് നമുക്ക് ഉണങ്ങിയ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് തോന്നുന്ന 1-2 ഫ്ലവേഴ്സ് എടുത്താണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലവേഴ്സ് ജസ്റ്റ് ഞാൻ ഒറിജിനൽ ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കാണിക്കാം കേട്ടോ. കാരണം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയണ്ടാവും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള ഫ്ലവേഴ്സ് തന്നെ ആയിരിക്കും ഇതൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ചതിന് ശേഷമാണ് റിസൈൻ ഒഴിച്ചിട്ടുള്ളത്. ബട്ട് നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ പൊങ്ങി മുകളിലോട്ട് വരും. ചിലപ്പോൾ നമ്മൾ വെച്ച ആ ഒരു അറേഞ്ച്മെൻറ്റിലും നല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ കീച്ചെയിൻ ഉണ്ടാക്കേണ്ട ലെറ്റർ ഫിനിഷ് ആയി കഴിഞ്ഞപ്പോഴും നമുക്ക് ഒരുപാട് റിസൈൻ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കി ഒരു ഐ എന്നുള്ള ലെറ്ററിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഐ എന്നുള്ള ലെറ്ററിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ബാലൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് പിന്നെയും ബാലൻസ് വന്നപ്പോൾ പിന്നെ എൻ എന്നുള്ള ലെറ്ററിലും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ക്വാളിറ്റി കൂടിയ ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ക്വാളിറ്റി കുറഞ്ഞ പ്രൈസ് കുറഞ്ഞിട്ടുള്ള ഗ്ലിറ്റേഴ്സ് ഇടുമ്പം അതിൻ്റെ കളറൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ ഗോൾഡ് ഇട്ട് കൊടുത്താൽ സിൽവർ ആവും, അങ്ങനെ ഗ്രീൻ ഇട്ട് കൊടുത്താൽ സിൽവർ ആവുന്നുണ്ട്, അങ്ങനെ പല കളേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കുറച്ച് പ്രൈസ് കൂടിയ ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എനിക്ക് ഒരു 24 hours ആയപ്പോൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനുള്ള അത്രയും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാനിത് പുറത്തെടുക്കുന്നത്. അപ്പോഴേക്കാണ് എനിക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതുപോലെ ഡാമേജ് ഒന്നും ആവാണ്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയത്. അപ്പം നമ്മളുടെ ഒരു കാലാവസ്ഥയൊക്കെ അനുസരിച്ചായിരിക്കും, പിന്നെ നമ്മൾ വെക്കുന്ന പ്ലേസൊക്കെ അനുസരിച്ച് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര അറിഞ്ഞൂടാ, കാരണം ഫസ്റ്റ് ടൈം ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എത്ര ഡേയ്സ് എടുക്കുന്നോ അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 days ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ നമ്മളിതിൽ ഫ്ലെയിം കാണിച്ചിട്ട് കുറേ ബബിൾസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാനിതിൽ ഫ്ലെയിമൊന്നും കാണിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ഉള്ള പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്ലെയിമൊന്നും കാണിച്ചിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് നമ്മൾ ജസ്റ്റ് റിസൈൻ ഒഴിച്ചിട്ട് മോൾഡിൽ ഒഴിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫ്ലെയിമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഈ ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഐപ്പിന് പോലെ ചെറിയൊരു പിന്ന് പോലെ ഒരു ഐറ്റം കിട്ടുന്നുണ്ട്. നമ്മൾ കീച്ചെയിന് ഇതുപോലെ വാങ്ങിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പിന്നെ ജസ്റ്റ് നമ്മൾ ആ ഡ്രില്ല് ചെയ്ത ഭാഗത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് സ്ക്രൂ പോലെ ഇങ്ങനെ തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ ഒന്നും വേണമെന്നില്ല കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ആ പിന്നും ഡ്രില്ലറും ഒരേ അളവിലുള്ളതായതുകൊണ്ട് നമുക്ക് അതിലേക്ക് എക്സ്ട്രാ സ്പേസ് ഒന്നുമില്ല, ലൂസായിട്ട് അതിങ്ങനെ പോരുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ലൂസായി പോരുന്നുണ്ടെങ്കിൽ മാത്രം ഗ്ലൂ വെച്ചാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെ അങ്ങ് ഫിക്സ് ആവുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഇത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയതിന് ശേഷം നമ്മൾ കീ ചെയിനിൻ്റെ ഭാഗം നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റിസൈൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ കീ ചെയിൻ അല്ല വേറെ എന്ത് ഐറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിക്കോട്ടെ ഒക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് ഒരു ഫൈനൽ ലുക്കിലെത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ബട്ട് ആകെയുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ അതിനുള്ള സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഗ്ലൗസ് എന്തായാലും മസ്റ്റായിട്ട് വേണം. പിന്നെ അതുപോലെ കണ്ണിലേക്കും ഒന്നും ആവാണ്ടിരിക്കാൻ ഗ്ലാസ് വെക്കണം. അങ്ങനെ നമുക്ക് റിസൈൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി. കാരണം ഇത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്, ബട്ട് നമ്മളിത് നല്ല കെയർഫുൾ ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവറാണ്, അപ്പോൾ അത് അത്ര കളർഫുള്ളൊന്നും അല്ല. സോ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഡള്ളായിട്ട് ആ ഗോൾഡനിക്ക് മാച്ച് ചെയ്യുന്നൊരു ടെസലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളിത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ റിസൈനൊക്കെ നല്ല പ്രൈസ് ആണെന്നുണ്ടെങ്കിലും റിസൈൻ വാങ്ങിക്കുമ്പോൾ നല്ല പ്രൈസ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് മോൾഡ് അതുപോലെ ഡ്രില്ലർ അതൊക്കെ നമുക്ക് വൺ ടൈം വാങ്ങിച്ചാൽ മതിയല്ലോ. റിസൈൻ മാത്രമല്ലേ നമുക്ക് പെട്ടെന്ന് തീരത്തുള്ളൂ. അപ്പോൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ചെയ്യുന്നതും കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് റിസൈന് 650 രൂപക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും കുറച്ചധികം കീ ചെയിൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നിയത്. റിസൈൻ ഒരിക്കലും കുട്ടികളുടെ അടുത്തൊന്നും വെച്ച് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ റിസൈൻ നമ്മൾ ചെയ്തിട്ട് നമുക്കിത് സെറ്റായി വരാൻ വേണ്ടിയിട്ട് 1-2 ദിവസം എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പൊടിയൊന്നും അതിലേക്ക് ആവാണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉണങ്ങാൻ വെക്കുന്ന സ്ഥലം നല്ല ക്ലീനൊക്കെ ആയിട്ട് അങ്ങനെ പൊടിയൊന്നും അങ്ങനെ ആവാത്ത സ്ഥലങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കീച്ചേൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പെൻഡൻറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ബാലൻസ് വന്ന സമയത്ത് അതിനുള്ള ആ ഒരു ലെറ്ററിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് വെച്ചിട്ടാണ് നമ്മൾ പെൻഡൻറ്റ് ഉണ്ടാക്കുന്നത്. സോ അതിൽ നമ്മൾ ബേബി ബ്രീത്ത് ഫ്ലവർ മാത്രം ഇട്ടിട്ടാണ് ആ ഒരു അതിനുള്ള അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഗ്ലിറ്റേഴ്സ് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെൻഡൻറ്റും മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ പെൻഡൻറ്റ് നമുക്ക് റിസൈൻ വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് മാല സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് സിൽവർ ഗോൾഡ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതല്ല ത്രെഡ് വെച്ചിട്ടാണെങ്കിൽ ത്രെഡ് നമുക്ക് അതിനനുസരിച്ച് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ മുമ്പ് ജ്വല്ലറി ഡിസൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് വാങ്ങിച്ചാട്ടോ, ഒരു 2013 ആ ഒരു സമയത്ത് വാങ്ങിച്ചു വെച്ചതാണ് ഈ ത്രെഡും ബീഡ്സൊക്കെ കേട്ടോ. അപ്പോൾ ബീഡ്സ് നമ്മളിങ്ങനെ മിക്സഡ് ആയിട്ട് വാങ്ങിച്ചാൽ ഓരോ കളർ 20 റുപ്പീസാണ്. ചെറിയൊരു പാക്കിന് 20 റുപ്പീസാണ്. അതിൽ 10 ബീഡ്സ്, സ്മാൾ ബീഡ്സ് ആണെങ്കിൽ 10 ബീഡ്സ്, അല്ലെങ്കിൽ ബിഗ് ബീഡ്സ് ആണെങ്കിൽ 5 ബീഡ്സ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ കളേഴ്സ് വാങ്ങിച്ചിട്ട് ഉള്ളതാണിത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചതാണ് കംപ്ലീറ്റ്. നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് വാങ്ങിച്ചിട്ട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാലയിലേക്ക് മാച്ച് ചെയ്തിട്ടുള്ള 2 ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഹോൾ എപ്പോഴും വുഡൻ ബീഡ്സ് ആകുമ്പോൾ അതിൻ്റെ ഹോൾ ഇങ്ങനെ സ്റ്റെക്കായിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് ഹോളൊന്ന് ശരിയാക്കി കൊടുക്കുക. ഹോൾ കറക്റ്റായിട്ടുണ്ടാവില്ല, അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ത്രെഡ് ഇട്ട് കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ ത്രെഡിൻ്റെ 2 സൈഡും ഒന്ന് നോട്ടിട്ടതിന് ശേഷം ഏറ്റവും ബാക്ക് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഇതിന് ഹുക്കൊന്നും കൊടുക്കുന്നില്ല, ഇങ്ങനെ കുളത്തൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് നമുക്ക് മേലെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കഴുത്തിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഇതിൻ്റെ അറ്റത്തായിട്ടൊരു കെട്ട് കൊടുക്കുന്നത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു മോൾഡിൽ നമുക്ക് പെൻഡൻറ്റും കൂടെ ചെയ്യാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാൻ മറക്കല്ലേ. താങ്ക് യു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബീഡ്സ് ഒന്ന് കാണിക്കാം. ഇതുപോലെ ബോട്ടിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. ഒരുപാട് ബീഡ്സ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്.